ഹലോ, ഇന്നത്തെ ഞങ്ങളുടെ പ്രഭാതത്തിലെ യാത്ര കൃഷ്ണയുടെ ഓഫീസിലേക്കാകാമെന്ന് വിചാരിച്ചു. നല്ല 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 ചിൽഡ് വെതറാണ്. എന്നാലും ഞങ്ങൾക്ക് കൃഷ്ണയുടെ ഓഫീസ് കാണണമല്ലോ. ഹാർഡ്ലി 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളുടെ വീട്ടിൽ. നമ്മൾക്ക് പോയി വരാം, കൃഷ്ണയുടെ ഓഫീസ് ഒന്ന് കണ്ടിട്ട് വരാം. ജാനു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുത്തില്ല. അപ്പോൾ ജാനു അതേ ബൂത്തിൽ വന്ന് രാവിലെ ഇപ്പോൾ ശരിക്കും 8 മണിയായി കേട്ടോ. ഇവിടെ ഈ ക്രിസ്മസിൻ്റെ ഒരു വൈബാണിപ്പോൾ. പക്ഷെ നല്ല തണുപ്പാണ്. ട്രീസൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അകത്തോട്ട് കയറുന്നു, വീഡിയോ ഒക്കെ എടുക്കാമെന്ന് തോന്നുന്നു. റോയൽ മെയിൽ. നമ്മളെങ്ങോട്ട് പോയി? ഫ്രഷ്, നല്ല ഇതാണ്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇവിടെ ഓക്കെ, അത്യാവശ്യം വെളുത്തുള്ളിയൊക്കെ കിട്ടും. ഗാർലിക് ബൾബ്. എന്തോ വാങ്ങിച്ചു? എന്തോ തണുപ്പ്. ഓ ഗോഡ്. സമയമായിപ്പോയി ഓഫീസിൽ പോകാൻ. നല്ല ഏരിയല്ലേ? അത് മുകളിലോട്ട് പോകുന്നു. ഓപ്പൺ ആയിട്ട് തിരിച്ചു വരുമ്പോ എല്ലാം ഓപ്പൺ ആകുമായിരിക്കും. ഇതെന്താ അവിടെ? പെർമിഷൻ ഉള്ളതിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇതാണ് ഓഫീസ്. അപ്പൊ അവിടെ ഇവിടെ നടന്ന് അങ്ങ് വരാൻ പറ്റില്ല. അതെന്താ പോർട്ട് സിഗർ? അതാണ് ഓഫീസ്. ആണോ? ഓക്കെ. എവിടെ, ഏതാ ഓഫീസ്? എവിടെയാണ്? അപ്പം ഇതാണ് ജാനുവിൻ്റെ ഓഫീസ് പ്ലേസ്. ഓക്കെ ഓക്കെ. ഞങ്ങളങ്ങനെ ജാനുവിൻ്റെ ടെക്നോ പാർക്കിലെത്തി. UK ടെക്നോ പാർക്കിലെത്തി. ഇവിടുത്തെ ടെക്നോ പാർക്ക് തണുത്ത് വരച്ച് പോയി. ഇപ്പോൾ എത്ര 8:15 മറ്റോ ആയി. നല്ല തണുത്ത് ഉണ്ട്. എനിക്ക് ജാക്കറ്റ് ഫുൾ എക്യുപ്ഡായിട്ടാണ്. കണ്ടോ ഇങ്ങനെ ഇതൊക്കെ വെച്ച് പോയില്ലേ നമ്മൾ ആകെ തണുത്ത് മരവിച്ച് പോകും. ഇവിടെ ഇതുവഴി ഫ്ലൈറ്റ്. ദാസേട്ടൻ തണുത്ത്, സച്ചു തണുത്ത്. ടാറ്റൻ പാർക്ക്. അത് ഈ ടാറ്റൻ എന്ന് പറയുന്നതാണോ ഇവിടുത്തെ സ്ഥലം? ഓക്കെ ഓക്കെ. ഫ്ലൈറ്റ് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഫുഡ്. ഏത്? അല്ല, നടന്നു വരാൻ ശരിക്കും നല്ലതാണ്. നല്ല രസമുണ്ട്. കപ്പിച്ചിനോ വേണ്ട. നിനക്ക് കയറാൻ സമയമായില്ലേ? ഏതോ നീ കയറിക്കോ. ഞങ്ങൾ വേണമെങ്കിൽ കാപ്പിയൊക്കെ കുടിച്ച് പൊക്കോളാം കേട്ടോ. നീ കയറിക്കോ, ഞങ്ങൾ കയറി പൊക്കോളാം. ഏതാ? ഇതാണോ ഫിൽഫോർട്സ്? ഓ കയറിക്കോ. പോന്ന ഈ വഴി അറിയില്ലേ? ഇതിങ്ങനെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ കാർ പാർക്ക് അവിടെ. ഓ അതല്ലെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ. ചെളിയുണ്ടോന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ പോയാൽ അവിടെ പശുത്തൊഴുത്ത്, അവിടെ നല്ല രസമാണ് അങ്ങോട്ട് നടക്കാൻ. പശുത്തൊഴുത്ത് കാണാൻ പോണോ എന്നാണ് അവന്റെ മുഖം പറയുന്നത്. വാ ഓഫീസിലോട്ട് പോ. നീ കയറിക്കോ. നിന്നെ നോട്ടീസ് കൊടുക്കുമ്പോൾ അവർ കിക്ക് ഔട്ട് ചെയ്യും അല്ലെങ്കിൽ.
ഞാൻ വരുമ്പോൾ ഒരാൾ ശരിക്കും 8 o'clock (8:30) ബൂത്ത് പാർക്ക്. ഇത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, അത് ക്ലോസ് ഡൗൺ ചെയ്തു. കൂട്ടിയോ? ആ അല്ല, ആൾക്കാര് കാണില്ലായിരുന്നു. കുറച്ച് ഇവിടെ ജേക്കബ്സ് എന്ന് പറഞ്ഞ കമ്പനി, അതിൻ്റെ അകത്ത് മലയാളീസിനെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഫുൾ IT ഫീൽഡാണോ ഇതല്ല, ഇത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത് മൊത്തം? അങ്ങനെ പലതും ഉണ്ട്. ആ പിന്നെ ഞാനിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കമ്പനി എൻ്റെ കാണുന്നത്. ആ അത് ശരി. പിന്നെ ഇതൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ സ്റ്റാർട്ടപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ? അല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. അപ്പോൾ കരിയർ സൈറ്റ് നോക്കുക. ആ അങ്ങനെയല്ലേ? ആ ആ ആ ഇതേപോലെ വന്നിട്ടില്ല ഇവിടെ, വന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നടന്നിട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് ഒരു മനുഷ്യരെയും കാണാനില്ല. ഓഫീസുകളാണെങ്കിലോ ഒരു മനുഷ്യരെയും കാണാനില്ല എന്ന്. ഫ്രൈഡേയാണ് മിക്കവരും വർക്ക് ഫ്രം ഹോം ആയിരിക്കും. വർക്ക് ഫ്രം ഹോം. ആ ഓക്കെ. അല്ലേ? ഓഫീസ് മുകളിലാണ്. ഇത് പല, അതായത് പല ലെവലിൽ പല പല ഓഫീസ്. ഇത് നോക്ക്, ഇത് മറ്റേ ഈ ചെടിയുടെ പേരെന്താ? ഇത് ഭയങ്കര ആ, ഇതിന് ജാപ്പനീസ് ബ്ലോസം. ഇതിന് ഒരു പേരുണ്ട് കേട്ടോ. ഇതിന് എന്താ ലീവ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇത് സമ്മറിൽ ഗ്രീൻ ആണ്, അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ റെഡ് ആവും. ഈ ഓട്ടം ആകുമ്പോൾ ഫുൾ റെഡ്. നല്ല രസമായിരുന്നു, ഇത് നിറച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് യെല്ലോ ആയിട്ട് പിന്നെ അത് പോകും. അങ്ങനെ നല്ല രസമായി. ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് അങ്ങോട്ടാണ് പശു തൊഴുത്ത്. വേണേ അങ്ങോട്ട് നടന്നു കേട്ടോ. അവിടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഫാം ഉണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഓക്കെ. പിന്നെ ഇതാണോ? അറിഞ്ഞൂടെ? ആ എങ്ങനെയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചത് ഞാൻ താഴെ വരാം. ഇതാണോ? ഇതാണ്, ഇങ്ങോട്ടാണ് എൻ്റെ ഓഫീസ്. ജനുണ്ടോ? അപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. ഓ എന്താ ചൂടായി. വുഡ്. പക്ഷേ ഇപ്പോൾ ട്രെയിനിങ് ഇവിടെയല്ല, എൻ്റെ കമ്പനി ഏറ്റവും മുകളിലാണ്. ഓക്കെ ഓക്കെ. ആ ഇത് സർ റോബോട്ട് മേക്കപ്പ് അതാണോ കമ്പനി? അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇതെന്താ പാലൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ശരി, കയറിപ്പോയി. നല്ല രസമാണ്, നല്ല ചൂടുണ്ട് അതിനകത്ത്. ഓ ഇതാണ് ഇവിടുത്തെ യൂറോപ്പ് കാണിക്കുമ്പോൾ ഈ ഇലകളാണ് ശരിക്കും കാണിക്കുന്നത്. വിശക്കുന്നു സത്യം പറയും. പോർട്ട് സീഗർ. അങ്ങോട്ടൊന്നും പോകണ്ട. അപ്പോൾ വശത്തെടുത്ത് പാമ്പുണ്ടെന്ന്. ഇവിടെയൊക്കെ ചിലപ്പോൾ ആൾക്കാരിരുന്ന് നോക്കുന്നുണ്ടാവും എന്നെ. ഇവിടെ ഇങ്ങനെ കാറുകൾ കിടക്കും. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ ഫാം ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഫാം ഉണ്ട്, പക്ഷെ പശുക്കളെ അഴിച്ചുവിട്ടേക്കുന്ന കണ്ടിട്ടില്ല. ഇവിടേക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ ഒരു ഫാമുണ്ട്. ഫാം ഡിഫറെൻറ്റ് ഓഫീസസാണ്. IT ഉണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ് ഫീൽഡുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. എന്തായാലും കൊള്ളാം ഇത്.
കൃഷ്ണയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ തിരികെ എത്തി ഓൾഡി എന്ന സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട്. അവിടെ ഇവരുടെ വീടിൻ്റെ പരിസരത്ത് 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഒന്ന് ബൂത്ത് എന്ന് പറയുന്നത്, ഒന്ന് ഓൾഡി എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ആണ്. നമ്മുടെ ഇന്ത്യക്കാരുടേതായിട്ടുള്ള ഐറ്റംസ്, അതായത് കേരളക്കാരുടെ ഐറ്റംസ് വളരെ കുറവാണ് കിട്ടുന്നത്. പിന്നെ കോമൺ ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം ധാരാളം കിട്ടും. വെറൈറ്റി ഫ്രൂട്ട്സ് കിട്ടും. അതാണ് എന്നെ അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്. പിന്നെ മിൽക്ക് ഇഷ്ടം പോലെ ഉണ്ട്, കാരണം ഫാംസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.